ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്ടിവ 60 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിൻ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ റൈസ് ആവുക എന്നുള്ളതാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം. ആക്സിലേറ്റർ കേബിൾ എഞ്ചിൻ ഓയിൽ മാറ്റാം, ആക്സിലേറ്റർ കേബിൾ റൈസ് ആവും. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് ഉറക്കട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ BS6 പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ എന്ന് പറഞ്ഞാൽ 2 കേബിളാണ് വരാം. അപ്പോൾ ഇതുമേ ഓൾറെഡി ഒരെണ്ണം കട്ട് ചെയ്തിട്ട് തൽക്കാലം ഒരെണ്ണത്തും വേണം ഓടിക്കൊണ്ടിരിക്കുക. ഈ BS6 പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ത്രോട്ടിലിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ്, അതായത് ത്രോട്ടിൽ സെൻസറിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് 2 കേബിളുകൾ നമ്മൾ പിടിപ്പിച്ചേക്കണം കേട്ടോ. അപ്പോൾ 2 കേബിൾ തന്നെ ഓടണം, അതാണ് ശരിക്കും അതിൻ്റെ റൈറ്റ് മെത്തേഡ്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കിടയൊക്കെ ലോക്ക് ചെയ്ത് പോയേക്കണതുകൊണ്ട് തന്നെ മൊത്തം കവറിങ് അഴിച്ചാൽ തന്നെയാണ് നമുക്കത് കറക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആ റൂട്ട്, കേബിൾ പോണതിന് കറക്റ്റ് ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ ഇടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബോഡി കവറുകൾ അഴിച്ചതിന് ശേഷം വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പഴയ ആക്റ്റീവയുടെയൊക്കെ പിന്നെയും നമുക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഇതിൻ്റെയൊക്കെ ബോഡി അഴിച്ച് ചെയ്താൽ തന്നെയാണ് ക്ലിയർ ആവുള്ളൂ, കറക്റ്റ് റൂട്ടിൽ കേബിൾ ഇടണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും കൂടി നമുക്ക് മാറ്റിയിടണം സ്റ്റിക്കിൻ്റെ. അപ്പോഴാണ് പിന്നീട് ആ ഭാഗം നമ്മൾ അഴിക്കുന്ന ഭാഗങ്ങൾ ലീക്കേജ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ഈ 2 വർക്കാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് കൃത്യമായിട്ട് നോക്കാം, അതിന് ശേഷം റിപ്ലൈ ഇടാം. പിന്നെ അതിനകത്തുണ്ടല്ലോ ബ്രേക്കിൻ്റെ ഭാഗത്തും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതായത് വണ്ടി ഓടിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രേക്ക് പിടിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസമുണ്ട്. മഴയാണ്, അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. നമുക്ക് ചെയ്യണ കേസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. 2 ബ്രേക്കും അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടണം നല്ലതാണ്. കാരണം മഴയാണ്, മഴയത്ത് ഈ പറഞ്ഞ രീതിക്കുള്ള ബ്രേക്ക് ജാമിങ് സ്റ്റക്ക് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഹബിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും ക്ലിയർ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് സജഷൻ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പം നമ്മൾ 2 ബ്രേക്ക് ആക്സിലേറ്ററിൻ്റെ 2 കേബിൾ മാറുമ്പോൾ അതിൻ്റെ ലേബർ ചാർജും പാർട്സിൻ്റെ റേറ്റും എഞ്ചിൻ ഓയിലിൻ്റെയും അതിൻ്റെ ഓയിൽ ബോട്ട് വാഷ് ഓറിങ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എമൗണ്ടും ലേബർ ചാർജ് അടക്കമുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് കൃത്യമായിട്ട് നോക്കാം, അതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും വർക്ക് ഇപ്പോൾ ചെയ്യേണ്ട കേസ് എന്തെങ്കിലും പറയാൻ വിട്ടുപോയ കേസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൈയോടെ പറയാം. നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ എന്തെങ്കിലും ചെയ്യേണ്ട ചെറിയ എന്തെങ്കിലും കേസുകളാണെങ്കിൽ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകാം. എനിക്ക് ഓടിച്ച് നോക്കുമ്പോൾ തോന്നിയ 2 കംപ്ലയിൻ്റാണ് ഈ ബ്രേക്കിൻ്റെ പ്രശ്നം തോന്നിയത് കേട്ടോ. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടണം, നല്ലതാണ്.